morning, my dear students. ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്ന എക്സ്പൊണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻസ്, ആ ഫംഗ്ഷൻസ് അതിൻ്റെ ഡെറിവേറ്റീവ്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എക്സ്പൊണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻസ്. ഇപ്പോൾ ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് ദ ഫോം y is equal to b raised to x. y equal to b raised to x. ഈ b എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. b യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. y equal to b raised to x is called an exponential function with base b. ബേസ് b ആ. അപ്പോൾ ഈ ബേസ് മാറുന്നതനുസരിച്ച് നമുക്ക് ഇഷ്ടംപോലെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ പറയാം. ഇപ്പോൾ b 1ൽ കൂടുതലായിട്ടുള്ള ഏത് b നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ y is equal to 2 raised to x. Exponential function with base 2. y is equal to 3 raised to x. Exponential function with base 3. അതുപോലെ നമ്മൾ കോമൺ ആയിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന y is equal to e raised to x ആ. e raised to x ബേസ് e വരും. ബേസ് e വരുന്ന എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനെ നാച്ചുറൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ സിമ്പിൾ ആയിട്ട് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറയും. പിന്നെ നമ്മുടെ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ e raised to x ആണ്. ബേസ് e. ഈയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ഒക്കെ പഠിക്കുന്നുണ്ട്. 2ന്റെയും 3യുടെ ഇടയ്ക്കായിട്ട് വരും ഈയുടെ വാല്യൂ. ഈ ലൈസ് ബിറ്റ്വീൻ 2 and 3. അവോഗാഡ്രോ നമ്പർ എന്നും പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അപ്പോൾ y is equal to e raised to x. ഇതാണ് നമ്മുടെ കോമൺ ജനറൽ ആയിട്ടുള്ള എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, ബേസ് e വരുന്നത്. ഇതിന്റെ ഗ്രാഫ് ആണെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. എക്സാമ്പിൾ എക്സും വൈയും. y is equal to 2 raised to x. y is equal to 2 raised to x എടുത്താൽ x ന് 0 വരുമ്പോൾ 2 raised to 0. 2 raised to 0 എന്ന് വെച്ചാൽ 1 ആ. അതുപോലെ x ന് 1 കൊടുക്കുമ്പോൾ 2 raised to 1 2 ആ. x ന് 2 കൊടുത്താൽ 4 വരും. അങ്ങനെ പോകും. അത് നമ്മൾ ഗ്രാഫ് വരച്ചാൽ 0 1 2 3 ഇവിടെ 1 2 3 4 5. ഇപ്പം y is equal to 2 raised to x ന്റെ ഗ്രാഫ് വരിക. x 0 വരുമ്പോൾ y 1, 0 വരുമ്പോൾ y 1, x 1 വരുമ്പോൾ y 2 ഇവിടെ വരും, 2 വരും. x 2 വരുമ്പോൾ y 4 വരും. ഇങ്ങനെ വരും. ഇനി വേണേൽ നെഗറ്റീവ്സ് എടുക്കുക. x നെഗറ്റീവ് 1 എടുക്കുമ്പോൾ 2 raised to -1 വരും. 2 raised to -1 എന്ന് വെച്ചാൽ 1/2 ആ, 0.5 ആ. അപ്പോൾ നമ്മൾ -1 എടുക്കുമ്പോഴത്തേക്കും 0.5 വരും. ഇനി -2 എടുക്കുമ്പം 2 raised to -2 2 raised to -2 വെച്ചാൽ 1/2 സ്ക്വയർ 1/4. അതിങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരും, ഇങ്ങനെ ഒരു കർവായിട്ട് ഇതിങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. പക്ഷെ ഒരിക്കലും ഈ ലൈനെ മുട്ടത്തില്ല. ഇനി 3 raised to x വരച്ചാലും y is equal to 3 raised to x നിങ്ങൾ അടയാളപ്പെടുത്തി നോക്കിയാൽ x ന് ഈ സെയിം വാല്യൂസ് തന്നെ കൊടുക്കാം. x ന് 0 കൊടുക്കുമ്പോൾ 3 raised to 0 1 തന്നെ വരും. x ന് 1 കൊടുക്കുമ്പോൾ 3 raised to 1 3 വരും. x 2 കൊടുക്കുമ്പോൾ 9 വരും. ഇനി x ന് -1 കൊടുക്കുമ്പോൾ 3 raised to -1 ആണ്. 3 raised to -1 എന്ന് വെച്ചാൽ 1/3 വരും. അത് 0.33 വരും, 1/3. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് വരച്ച് ഈ ഗ്രാഫിൽ തന്നെ വരച്ച് നോക്കാം. x ന് 1 0 കൊടുക്കുമ്പോൾ y 1 ഈ പോയിന്റിനെ അതിന് മാറ്റമൊന്നുമില്ല. 0 1 എന്ന് പറഞ്ഞ പോയിന്റിന് മാറ്റമില്ല. x 1 വരുമ്പോൾ y 3 ആ ഇവിടെ വരും. 2 വരുമ്പോൾ 9 വരും, മുകളിലായിട്ട് വരും. ഇനി 0.33 വരും. ഇതിപ്പോൾ 0.5 അല്ലേ, 0.33 വരുമ്പോൾ കുറച്ചുകൂടെ താഴെ വരും. ഇങ്ങനെ വരും. അപ്പോൾ ബേസിന്റെ വലിയ ബേസ് കൂടുന്നതനുസരിച്ച് ഗ്രാഫ് എക്സ് ആക്സിനോടും ഈ എക്സ് ആക്സിനോടും വൈ ആക്സിനോടും അടുത്തടുത്ത് വരും. അപ്പം നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ തന്നെ എന്താണെങ്കിലും ഇതിനെല്ലാം കോമൺ പോയിന്റ് 0 ആണ്. ഗ്രാഫ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫ് ഈ ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ അത് ബേസ് കൂടുന്നതനുസരിച്ച് ഇങ്ങനെ അടുത്തടുത്ത് വരും. ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന്റെ ഗ്രാഫ്. അപ്പം b raised to x ഫോമിൽ വരുന്നത് 2 raised to x 3 raised to x അതുപോലെ e raised to x ആ ഫോമിൽ വരുന്നതിനെയാണ് നമ്മൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ വിത്ത് ബേസ് b എന്ന് പറയും. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ബേസ് e വരുന്ന e raised to x ആ. e raised to x ആണ് നമ്മൾ പഠിക്കുന്നുള്ളൂ. ബാക്കി 2 ഉം 3 ഉം വരുന്നൊന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി.
നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസ് ഇ വരുന്ന e⁻x ആണ്. അത് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്ത ലോഗരിതമിക് ഫംഗ്ഷൻ. അത് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ് ശരിക്കും ലോഗരിതം. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ y b⁻x ആണെങ്കിൽ if y b⁻x then this power x is called logarithm of y with base b. base നമ്മൾ താഴെ എഴുതുന്നു, base b. അപ്പോൾ y b⁻x ആണെങ്കിൽ ഈ പവറിനെയാണ് നമ്മൾ ലോഗരിതം എന്ന് പറയുന്നത്. പവർ x is called logarithm of this y with base b. എക്സാമ്പിൾ കൂടെ കാണിക്കാം. നമുക്കറിയാം 2⁴ 16 ആണ്. അപ്പോൾ ഈ ഡെഫിനിഷൻ വെച്ചാൽ നമുക്കറിയാം പവർ 4 is equal to logarithm of 16 base 2. ഇനി നിങ്ങൾ 10³ = 1000. ഇത് നമുക്ക് പറയാം 3 പവർ 3 is equal to logarithm of 1000 with base 10. ബേസ് 10 വരുന്ന ലോഗരിതത്തിനെ കോമൺ ലോഗരിതം എന്ന് പറയും. ഇനി ബേസ് ഇ വരുന്ന ലോഗരിതത്തിനെ നാച്ചുറൽ ലോഗരിതം എന്ന് പറയും. ഇപ്പം രണ്ട് ടൈപ്പ് ലോഗരിതം ഉണ്ട്, നാച്ചുറൽ ലോഗരിതവും കോമൺ ലോഗരിതവും. അപ്പം ബേസ് ഇ വരുന്നതാണ് നാച്ചുറൽ ലോഗരിതം, ബേസ് 10 വരുന്നതാണ് കോമൺ ലോഗരിതം. അപ്പം നിങ്ങൾ ഇനി ബേസ് ഇ വരുന്ന നാച്ചുറൽ ലോഗരിതമേ പഠിക്കുന്നുള്ളൂ. എക്സ്പോണൻഷ്യൽ ആണെങ്കിലും ലോഗരിതം ആണെങ്കിലും ബേസ് ഇ വരുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുള്ളൂ. അപ്പം ഇനി നിങ്ങൾക്ക് വേണേൽ എഴുതാം 5⁴ 625 ആണ്. അപ്പോൾ നമുക്ക് ഇതിന് പറയാം 4 is equal to logarithm of 625 with base 5. ഇങ്ങനെ ഏത് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ശരിക്കും ലോഗരിതമിക് ഫംഗ്ഷനും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും നന്നായിട്ട് ഡിഫൈൻ ചെയ്യാം. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കാൻ പോകുന്ന എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ y e⁻x ആണ്. ബേസ് ഇ വരുന്ന y e⁻x ആണ് നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. ഇനി ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് y logarithm of x. ലോഗരിതം ഓഫ് x ബേസ് ഉണ്ട്, ബേസ് ഇ ആണ്. നമ്മൾ ബേസ് ഇ എന്നൊന്നും എഴുതുന്നില്ല, log x എന്ന് എഴുതുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടിടത്തും ബേസ് ഇ ആണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ y e⁻x ഉം ലോഗരിതമിക് ഫംഗ്ഷൻ y log x ഉം. അതാണ് നമ്മളിനി അതിന്റെ ഡെറിവേറ്റീവ്. ഇനി ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ലോഗരിതമിക് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്സ് വേണം. ഡെറിവേറ്റീവ് ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ d/dx of e⁻x. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ബേസിക് റിസൾട്ട് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, എക്സ്പോണൻഷ്യൽ e⁻x തന്നെ. e⁻x നമ്മുടെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ e⁻xന്റെ ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്. ഇനി ലോഗരിതമിക് ഫംഗ്ഷൻ d/dx of log x. ലോഗരിതത്തിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/x ആണ്. 1/x. ഒരു കാര്യമുണ്ട്, നമ്മൾ ലോഗരിതം ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ എക്സ് പോസിറ്റീവ് ആയിരിക്കണം. കാരണം നമ്മളിവിടെ y e⁻x എന്നല്ലേ b⁻x എന്നല്ലേ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ പഠിച്ചത്. അപ്പം b > 1 ആയതുകൊണ്ട് ബിയുടെ ഏത് പവർ എടുത്താലും അത് പോസിറ്റീവേ വരുള്ളൂ. നെഗറ്റീവ് പവർ എടുത്താലും ഇപ്പോൾ b⁻−5 നെഗറ്റീവ് നമ്പർ എടുത്തു, അതിന് നമുക്ക് 1/b⁵ എന്ന് എടുക്കാം. 1/b⁵ എന്ന് അവിടെ നെഗറ്റീവ് വരുന്നില്ല, ഫുള്ള് പോസിറ്റീവ് ആയിരിക്കും. അപ്പം നിങ്ങൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഗ്രാഫ് നോക്കുക, പോസിറ്റീവ് y മേലോട്ട് y പോസിറ്റീവ് മാത്രമല്ലേ വരുന്നുള്ളൂ. ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനിലെ വാല്യൂ ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല, ഓൺലി പോസിറ്റീവ്. 0യും വരില്ല, 0യെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ലോഗരിതം എഴുതുമ്പോൾ ഇവിടെ വരുന്ന വാല്യൂ ഇവിടെ എഴുതുന്നത് അങ്ങനെയല്ലേ പറഞ്ഞത്. y ആകുമ്പോഴത്തേക്ക് y e⁻x ആണെങ്കിൽ ദിസ് x is called logarithm of y with base e എന്നാണ്. നമ്മൾ വേരിയബിൾ ഒക്കെ അങ്ങോട്ടും മാറ്റി. എനിവേ ഈ x പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ ലോഗരിതം ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. ലോഗരിതം ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് നമ്പേഴ്സ്. അത് ഓർക്കണം, പോസിറ്റീവ് നമ്പേഴ്സിന് മാത്രമേ ലോഗരിതം ഉള്ളൂ. അപ്പോൾ ഈ 1/x, x > 0 ആയിരിക്കണം. x > 0. ഇപ്പോൾ ലോഗരിതമിക് ഫംഗ്ഷന്റെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് d/dx of e⁻x തന്നെ, d/dx of log x 1/x. ഇത് രണ്ടും ഓർത്തിരിക്കണം. ഇനി ഇത് വെച്ച് നമ്മൾ ചെയിൻ റൂളും ക്വസ്റ്റൻ റൂളും ഒക്കെ വെച്ച് കുറേ പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഫൈൻഡ് ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു x. നമ്മളിനി കുറേ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ഈ ലോഗരിതത്തിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, 3-4 പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ലോഗരിതം അതോടെ കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം.
ലോഗരിതം ഓഫ് പ്രോപ്പർട്ടീസ് ആണ്, ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ്. ലോഗരിതം ഓഫ് എ ബി, എ ഇൻറ്റു ബി, പ്രോഡക്റ്റിന്റെ ലോഗരിതം. ബേസ് ഏത് വേണേലും വന്നോട്ടെ കേട്ടോ, ബേസ് ഏതാണേലും കുഴപ്പമില്ല. എ ഇൻറ്റു ബി പ്രോഡക്റ്റിന്റെ ലോഗരിതം കാണുന്നതിന് പകരം ഓരോന്നിന്റെ സെപ്പറേറ്റ് ലോഗരിതം കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ പ്രോഡക്റ്റിനെ അഡീഷണൽ ആയിട്ട് മാറ്റാം, നമുക്ക് സെപ്പറേറ്റ് ആക്കിയാൽ മതി. ലോഗ് എ ബേസ് ബി പ്ലസ് ലോഗ് ബി ബേസ് ബി, സെയിം ബേസ് വരണമെന്നുള്ളപ്പോൾ പ്രോഡക്റ്റ് വന്നാൽ ലോഗരിതത്തിന്റെ അകത്ത് പ്രോഡക്റ്റ് വന്നാൽ നമുക്ക് അതിനെ രണ്ടിന്റെ ലോഗരിതത്തിന്റെ സമ്മായിട്ട് എഴുതാം. പ്രോഡക്റ്റ് വന്നാൽ സം ആകാം. അതുപോലെ കോഷ്യന്റ് വന്നാൽ ലോഗരിതം ഓഫ് എ ബൈ ബി, ബേസ് ചെയ്യാനൊക്കെ എഴുതുന്നില്ല, ബേസ് ഏത് വന്നാലും അവിടെ അത് ബേസ് വന്നാൽ അതേ ബേസ് വന്നാൽ മതി. ലോഗ് എ മൈനസ് ലോഗ് ബി. അപ്പം കോഷ്യന്റ് വന്നാൽ ഡിവിഷൻ വന്നാൽ ലോഗരിതം കാണുന്നതിന് പകരം സെപ്പറേറ്റ് കണ്ടിട്ട് മൈനസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. ലോഗ് എ മൈനസ് ലോഗ് ബി. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി ലോഗരിതം ഓഫ് എ റൈസ് ടു ബി. പവർ വന്നാൽ എ റൈസ് ടു ബിയുടെ ലോഗരിതം കാണുന്നതിന് പകരം ഈ പവർ ബി ഇൻറ്റു ബാക്കിയുള്ള ലോഗരിതം, ലോഗരിതം ഓഫ് എ. പവറിനെ നമുക്ക് മാറ്റാം, പവർ ബി ഇൻറ്റു ലോഗരിതം ഓഫ് എ. അതുപോലെ ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്, ലോഗരിതം ഓഫ് ഇ റൈസ് ടു എക്സ്. ബേസ് ഇ ആണ്, ലോഗരിതത്തിന്റെ ബേസ് ഇ. ഇങ്ങനെ പറഞ്ഞാലും ഇ റൈസ് ടു ലോഗ് എക്സ്. നമ്മൾ പറഞ്ഞു എക്സ്പോണൻഷ്യലും ലോഗരിതം ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണെന്ന് പറഞ്ഞു. രണ്ട് ഇൻവേഴ്സ് ഫംഗ്ഷൻസ് കോമ്പോസിഷൻ അടുത്ത് വന്നാൽ അത് ഐഡന്റിറ്റി ആയിട്ട് പറഞ്ഞു. അപ്പം ലോഗ് ഇ റൈസ് ടു എക്സ് വന്നാലും ഇ റൈസ് ടു ലോഗ് എക്സ് വന്നാലും ആൻസർ ഇയും ലോഗും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് എക്സ് വരും. ഈ ലോഗും കൂടെ ഐഡന്റിറ്റി ആയിട്ട് മാറിപ്പോകും. പിന്നെ മിച്ചമുള്ള ഏതാണോ എക്സ്. ഇവിടെ ലോഗ് ഇ റൈസ് ടു എക്സ് വന്നാലും ആൻസർ എക്സ് വരും, ഇ റൈസ് ടു ലോഗ് എക്സ് വന്നാലും ആൻസർ എക്സ് വരും. ഈ 4 പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഡിഫറൻസിയേഷനകത്ത് പലയിടത്തും ഉപയോഗിക്കേണ്ടി വരും. ഈ 4 പ്രോപ്പർട്ടീസ് പഠിച്ചിരിക്കണം. ക്ലിയർ ആയല്ലോ? നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ cos x by log x. cos x by log x ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ y എന്ന് എടുക്കാം. y = cos x by log x. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx = ഇവിടെ നോക്കുക, ഇവിടെ കോഷ്യന്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. കോഷ്യന്റ് വരുമ്പോൾ കോഷ്യൻ റൂൾ ഓർക്കുന്നുണ്ടല്ലോ. ആദ്യം ഡിനോമിനേറ്റർ log x ഇൻറ്റു d by dx ഓഫ് cos x. ആ കോഷ്യൻ റൂൾ അതെവിടെ അപ്ലൈ ചെയ്യുക? log x ഇൻറ്റു d by dx ഓഫ് cos x മൈനസ് ആ തിരിച്ച് cos x ഇൻറ്റു d by dx ഓഫ് log x ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ log x the whole square. ഇനി നമ്മൾ ഡെറിവേറ്റീവ് പ്രസന്റ് അവിടെ ഉപയോഗിച്ചാൽ മതി. log x ഇൻറ്റു cos x ന്റെ ഡെറിവേറ്റീവ് മൈനസ് sin x. log x ഇൻറ്റു ബ്രാക്കറ്റിൽ എഴുതിയാൽ മതി മൈനസ് sin x മൈനസ് cos x ഇൻറ്റു log x ന്റെ ഡെറിവേറ്റീവ് നമ്മൾ ഇപ്പം പഠിച്ചു. log x ന്റെ ഡെറിവേറ്റീവ് 1/x ഹോൾ ഡിവൈഡഡ് ബൈ log x the whole square. ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതിയത് മൈനസ് ആദ്യം എഴുതിയത് മൈനസ് log x ഇൻറ്റു sin x മൈനസ് cos x by x ഹോൾ ഡിവൈഡഡ് ബൈ log x the whole square. ക്ലിയർ ആയല്ലോ? ഇതുപോലെ ആ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു log x കയറി വരുന്നേ ഉള്ളൂ, വേറെ മാറ്റമൊന്നുമില്ല. log x ന്റെ ഡെറിവേറ്റീവോടെ ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ്. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ്. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ്. ഇതിന്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ അത് നമുക്ക് y എന്ന് എടുക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇ റൈസ് ടു മൈനസ് എക്സ് ആണ്. ഇവിടെ പ്രോഡക്റ്റ് ഒന്നും അല്ല, സൈൻ കഴിഞ്ഞ് കംപ്ലീറ്റ് ആയില്ല. ആ സൈൻ കഴിഞ്ഞ ആംഗിളാണ് ഇത് ഫുള്ള്. നമ്മളിവിടെ ചെയിൻ റൂളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ചെയിൻ റൂൾ ആണോ നോക്കിക്കോണം, ശ്രദ്ധിച്ചോണം. അപ്പം ചെയിൻ റൂൾ പഠിച്ച ഓർക്കുന്നുണ്ടല്ലോ. നമ്മൾ ഫംഗ്ഷൻ ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവാണ്. അപ്പൊ മൈനസ് എക്സ് വരുന്നിടം വരെ ഓരോന്നിനെ സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഇടണം. അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം സൈൻ ഓഫ് ഒരു ഫംഗ്ഷൻ നമ്മൾ സൈനിനെ മാറ്റി. ഇനി ടാൻ ഇൻവേഴ്സ്, അടുത്ത സൈൻ കഴിഞ്ഞാൽ പിന്നെ ടാൻ ഇൻവേഴ്സ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഇൻവേഴ്സും മാറി. ഇ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവേ നമുക്കറിയത്തുള്ളൂ. ഇ റൈസ് ടു മൈനസ് എക്സിന്റെ ബേസിക് റിസൾട്ട് ആയിട്ട് അറിയത്തില്ല. അപ്പൊ അവിടെ പിന്നെയുണ്ട് ഇ റൈസ് ടു മൈനസ് പ്ലസ് എക്സ് ആയിരുന്നെങ്കിൽ
e⁻x ആയിരുന്നെങ്കിൽ അടുത്ത e⁻x നമ്മൾ എഴുതി നിർത്തായിരുന്നു. ഇവിടെ x അല്ല -x ആയതുകൊണ്ട് ഒന്നുകൂടെ തിരിക്കണം. e⁻ ബ്രാക്കറ്റ് ഇടുന്നു. ലാസ്റ്റ് -x. -xന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. ഇനി ഓരോന്നിന്റെ ഡെറിവേറ്റീവ് എഴുതാൻ പോവാം. സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ബ്രാക്കറ്റ് ഇടുന്നു. അടുത്ത ടാൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് ടാൻ ഇൻവേഴ്സ് x എന്ന് ഓർക്കുക. ടാൻ ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് 1/1 + x² ആണ്. അപ്പോൾ 1/1 + x² എന്ന് പറഞ്ഞാൽ എഴുതരുത്, ബ്രാക്കറ്റ് ഇട്ട്. x എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല, x എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ് ഇടാവുള്ളൂ. x² ബ്രാക്കറ്റ് ഇട്ടു. അടുത്ത e⁻ന്റെ ഡെറിവേറ്റീവ് e⁻ തന്നെ, ആ ബ്രാക്കറ്റ് ഇവിടെ ഇടുന്നു. -x ന്റെ ഡെറിവേറ്റീവ് -1. x ന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ. ഈ ബ്രാക്കറ്റിൽ ഒക്കെ ഫില്ല് ചെയ്യുക. e⁻ന്റെ ബ്രാക്കറ്റിൽ e⁻ ഇവിടെ നോക്കുക -x എഴുതും. ഈ ടാൻ ഇൻവേഴ്സിന്റെ ബ്രാക്കറ്റിൽ ടാൻ ഇൻവേഴ്സ് കഴിഞ്ഞ് വരുന്നത് e⁻−x ആ. അപ്പോൾ ഇവിടെ e⁻−x എഴുതുന്നു. ഇനി സൈനിന്റെ ബ്രാക്കറ്റിൽ ഇത് ഫുൾ ഉണ്ട്. അപ്പോൾ അത് ഫുൾ എഴുതാം. ടാൻ ഇൻവേഴ്സ് ഓഫ് e⁻−x. ഇനി നമ്മൾ ഡെറിവേറ്റീവ് എഴുതിയാണ് dy/dx എല്ലാം കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. cos ഓഫ് ടാൻ ഇൻവേഴ്സ് e⁻−x ഇൻറ്റു 1/1 + e⁻−x the whole square into e⁻−x into -1. ഇനി വേണേ ഒന്ന് ഓർഡറിൽ എഴുതാം. -e⁻−x ഇൻറ്റു വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല. -e⁻−x cos ഓഫ് ടാൻ ഇൻവേഴ്സ് e⁻−x by 1 + e⁻−x the whole square വേണമെങ്കിൽ എഴുതാം, എഴുതിയില്ലേലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ എഴുതി വെച്ചാലും മതി. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. y = √e⁻√x. ഇവിടെ നോക്കുക, റൂട്ടിന്റെ അകത്ത് വേറെ കുറെ കോംപ്ലിക്കേറ്റഡ് ഫംഗ്ഷൻസ് ആണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ അവിടെ ചെയിൻ റൂൾ തന്നെ ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഡയറക്റ്റ് ഡെറിവേറ്റീവ് അറിയാവുന്ന ഈ കിടക്കുന്ന √x-ന്റെ ഡെറിവേറ്റീവ് നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയാം. അപ്പൊ √x കിട്ടുന്നിടം വരെ നമ്മൾ ഓരോന്നിനെ മാറ്റി ഇടുക. √x കിട്ടണമെങ്കിൽ ആദ്യം ഈ വലിയ റൂട്ടിനെ മാറ്റണം. സ്പ്ലിറ്റ് ചെയ്യാൻ പോവാ. ബ്രാക്കറ്റിൽ എഴുതി. ഇപ്പൊ റൂട്ട് കളഞ്ഞു. പിന്നെ e⁻ ഉള്ളൂ. e⁻ പിയും കളഞ്ഞു. ലാസ്റ്റ് നമുക്ക് √x കിട്ടി. നമ്മൾ നേരത്തെ പഠിച്ചതാ. ഇവിടെ ഈയും ലോവും ഒക്കെ വന്നതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2 √x എന്ന് മനസ്സിൽ വിചാരിക്കാൻ ബ്രാക്കറ്റ് ഇടുക. e⁻ന്റെ ഡെറിവേറ്റീവ് e⁻x-ന്റേത് e⁻x ആണ്. x എന്ന് എഴുതരുത്, ബ്രാക്കറ്റ് ഇടുക. ഇവിടെ √x തന്നെയാണ്. √x തന്നെ വരുമ്പോൾ നമുക്ക് 1/2 √x എന്ന് എഴുതാം. ഡയറക്റ്റ് അറിയാം. ഇനി ബ്രാക്കറ്റ് ഫില്ല് ചെയ്യുക. e⁻ന്റെ ബ്രാക്കറ്റ് ഇവിടെ √x ആണ്. അപ്പോൾ √x എഴുതുന്നു. റൂട്ടിന്റെ ബ്രാക്കറ്റിൽ ഇത് ഫുൾ ഉണ്ട്, e⁻√x. ഇനി dy/dx എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. dy/dx = 1/2 √e⁻√x into e⁻√x into 1/2 √x. ഇത് വേണേ ഒന്ന് മോഡിഫൈ ചെയ്ത് എഴുതാം. ഇവിടെ 2 2 × 2 4 എന്ന് എഴുതാം. 1/4 into e⁻√x by √e⁻√x into √x എന്ന് വേണേ ഒരുമിച്ച് എഴുതാം. എഴുതിയില്ലേലും കുഴപ്പമില്ല. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ log of log x. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. log of log x ഇതും ചെയിൻ റൂൾ. ലോഗിന്റെ അകത്ത് വേറെ ലോഗ് വന്നേക്കുക. അപ്പൊ നമ്മള് y എന്ന് എഴുതി ചെയിൻ റൂള്. ആദ്യം log x-ന്റെ നമുക്ക് ഡയറക്റ്റ് അറിയാം. log x കിട്ടണമെങ്കിൽ ആദ്യം ഈ ലോഗിനെ മാറ്റണം. log of എളിയിലത്തെ ലോഗിനെ മാറ്റി, പിന്നെ log x. ഇനി ഡെറിവേറ്റീവ് എടുക്കുക. ലോഗിന്റെ ഡെറിവേറ്റീവ് log x എന്ന് വിചാരിക്കുക. log x-ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. പക്ഷെ ഇവിടെ x ഇല്ലാത്തതുകൊണ്ട് x-ന്റെ സ്ഥാനത്ത് ബ്രാക്കറ്റ് ഇടുക. ഇനി log x-ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/x ആണ്. ഡയറക്റ്റ് അറിയാം, log x തന്നെയാണ്. ഇനി ഈ ബ്രാക്കറ്റിൽ എന്നാ നോക്കിയാൽ മതി. ഈ ലോഗിന്റെ ബ്രാക്കറ്റിൽ എന്താണോ അത് ഇവിടെ എഴുതുക. ലോഗിന്റെ ബ്രാക്കറ്റിൽ log x ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. therefore dy/dx = 1/log x into 1/x. ഇത്രയേ ഉള്ളൂ. സിമ്പിളാ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ cos of log x plus e⁻x. cos of log x plus e⁻x. ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കുക y = cos of cosന്റെ
വേറെ ഫംഗ്ഷൻ വന്നേക്കാം. അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട, ചെയിൻ റൂൾ തന്നെ. ഇപ്പൊ അകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡെറിവേറ്റീവ് അറിയാവുന്ന log x-ന്റെയും അറിയാം, e⁻x-ന്റെയും അറിയാം. അത് രണ്ടും പ്ലസ് ആയതുകൊണ്ട് സെപ്പറേറ്റ് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വന്നാലും കുഴപ്പമില്ല, സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ കോസിനെ ആദ്യം മാറ്റാം. കോസ് മാറിക്കഴിഞ്ഞാൽ പിന്നത്തെ നമുക്ക് അറിയാവുന്ന log x-ന്റെയും e⁻x-ന്റെ അറിയാം, സെപ്പറേറ്റ് അറിയാം. പ്ലസ് ആയതുകൊണ്ട് സെപ്പറേറ്റ് എഴുതിയാൽ മതി. അപ്പൊ log x പ്ലസ് e⁻x നമുക്ക് സെപ്പറേറ്റ് എഴുതാം. ഈ ഡെറിവേറ്റീവ് കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് കോസ് എക്സിന്റെ മൈനസ് സൈൻ എക്സ് ആ, എക്സിന് വരെ ബ്രാക്കറ്റ് അവിടെ ഇട്ടാൽ മതി. ഇനി log x പ്ലസ് e⁻x log x-ന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് e⁻x-ന്റെ ഡെറിവേറ്റീവ് e⁻x. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ബ്രാക്കറ്റിൽ ഇതിന്റെ ബ്രാക്കറ്റിൽ തന്നെയാണ് ഇത് ഇവിടെ എഴുതുക. log x പ്ലസ് e⁻x അത് അതേപടി വരും. therefore dy/dx equal to രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് സൈൻ ഓഫ് log x പ്ലസ് e⁻x ഇൻറ്റു ബ്രാക്കറ്റിൽ എഴുതുക 1/x പ്ലസ് e⁻x. അത്രയേ ഉള്ളൂ. ഇത് ക്ലിയർ ആയാലും നിങ്ങൾ നേരത്തെ പഠിച്ച ചെയിൻ റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോന്നിനെ സെപ്പറേറ്റ് ആക്കി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ e⁻x-ഉം log x-ഉം എക്സ്ട്രാ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം, 1-2 പ്രോബ്ലം ചെയ്യാം. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോഗരിതമിക് ഡിഫറൻസിയേഷൻ പേര് പോലെ തന്നെ ടേക്കിംഗ് ലോഗരിതം ദെൻ ഡിഫറൻഷിയേറ്റ്. ഇപ്പം ബുദ്ധിമുട്ടുള്ള ഫങ്ഷൻസ് വരുവാണെങ്കിൽ ഇപ്പോൾ കുറേ പ്രോഡക്റ്റ് ഒരുമിച്ച് വരുന്നു. ഇപ്പോൾ x+3 ഇൻറ്റു x-3 ഇൻറ്റു x+5 ഡിവൈഡ് ബൈ അതുപോലെ കുറേ ഫങ്ഷൻസ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ നിങ്ങൾ ഈ ചെയിൻ റൂളോ കോഷൻ റൂളോ ഒക്കെ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഫങ്ഷൻ, ഇപ്പം ചെറിയ കുറച്ച് ഫങ്ഷൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാം. ചെയിൻ റൂളും പ്രോഡക്റ്റും കോഷ്യന്റും എല്ലാം കൂടി വരികയും കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്താൽ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ പവർ ഒരു ഫങ്ഷൻ വന്നാൽ ഇപ്പം x⁻sin x വന്നാൽ x-ന്റെ പവർ ആയിട്ട് sin x വരിക. അപ്പൊ നിങ്ങൾക്ക് x⁻n ഫോം അല്ലത്. നിങ്ങൾ ചെയിൻ റൂൾ ആക്കിയാൽ ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. കാരണം x⁻2 എന്ന് എഴുതുന്ന x⁻n ആയിരിക്കണം. n ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. പവർ കോൺസ്റ്റന്റ് വന്നാലേ നിങ്ങൾക്ക് x⁻n-ന്റെ റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പവർ ഒരു ഫംഗ്ഷൻ വന്നാൽ ആ റിസൾട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയല്ല. x⁻n ഉപയോഗിക്കണമെങ്കിൽ n മസ്റ്റ് ബി എ കോൺസ്റ്റന്റ്. അങ്ങനെ പഠിച്ചിട്ടുണ്ട്. x⁻n n x⁻n-1 എഴുതിയില്ലേ, ആ റിസൾട്ട് ഇവിടെ ഒരു കാരണവശാലും ചെയിൻ റൂൾ വെച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം x⁻n അല്ല ഇവിടെ, sin x എന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ പവർ ഒരു ഫംഗ്ഷൻ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം പഠിച്ച മെത്തേഡുകൾ വെച്ച് ചെയ്യാൻ പറ്റില്ല. പവർ ഒരു ഫംഗ്ഷനോ അല്ലെ ബുദ്ധിമുട്ടുള്ള പ്രോഡക്റ്റോ കോഷ്യന്റോ അങ്ങനെയൊക്കെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചാൽ പെട്ടെന്ന് ചെയ്യാം. കാരണം ലോഗരിതം എടുക്കുമ്പോഴത്തേക്കും പ്രോഡക്റ്റും കോഷ്യന്റും ഒക്കെ വന്നാൽ അതിനെ പ്ലസും മൈനസും ഒക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും ലോഗരിതം എടുക്കുക. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. ദെൻ സിംപ്ലിഫൈ യൂസിങ് പ്രോപ്പർട്ടീസ്. ലോഗരിതത്തിന്റെ കുറേ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്, അതെല്ലാം ഉപയോഗിച്ച് നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. മാക്സിമം സിംപ്ലിഫൈ ചെയ്യണം. എന്തുമാത്രം സിംപ്ലിഫൈ ആവുമോ അത്രയും സിംപ്ലിഫൈ ചെയ്യണം. അതിനുശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പം അത്രയും മെത്തേഡേ ഉള്ളൂ. ഫസ്റ്റ് ടേക്ക് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്, ദെൻ സിംപ്ലിഫൈ യൂസിങ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം ഒരു എക്സാമ്പിൾ കാണിക്കാം. y is equal to a raised to x. y is equal to a raised to x. തിരിച്ച് തന്നെ ഈസി ആയിട്ട് ചെയ്യുന്നത് x raised to a എന്നായിരുന്നെങ്കിൽ a കോൺസ്റ്റന്റ്, x raised to a എന്നായിരുന്നെങ്കിൽ നമുക്ക് ആ റിസൾട്ട് ഉപയോഗിച്ച് a ഇൻറ്റു x raised to a മൈനസ് 1 എഴുതായിരുന്നു. പക്ഷെ തിരിച്ചായത് a raised to x, പവർ x വന്നു. പവർ x വന്നാൽ നമുക്ക് ആ റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഒരുപാട് ആൾക്കാർ x ഇൻറ്റു a raised to x മൈനസ് 1 എന്നൊക്കെ എഴുതാറുണ്ട്. തെറ്റാണ്. പവർ കോൺസ്റ്റന്റ് വന്നാൽ മാത്രമേ ആ റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ലോഗരിതം എടുത്ത് ചെയ്യാൻ പോവാം. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ലോഗരിതം എടുക്കുന്നു. ലോഗ് y is equal to log a raised to x. രണ്ട് സൈഡിൽ ലോഗരിതം എടുക്കുന്നു. ദാറ്റ് ഈസ് log y is equal to നമ്മൾ log a raised to b. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി പഠിച്ച് ഓർക്കുന്നു. log a raised to b വന്നാൽ പവർ b ഇൻറ്റു ബാക്കി ലോഗരിതം. അപ്പോൾ ഇവിടെ പവർ b എന്ന് പറഞ്ഞ x ആ.
എക്സ് ഇൻറ്റു ഈ ലോഗ് എ റൈസ് ടു ബി എന്ന് വെച്ചാൽ ബി ഇൻറ്റു ലോഗ് എ എന്നാ നമ്മൾ പഠിച്ച ലോഗ് എ. ഇവിടുത്തെ പവർ എക്സ് എക്സ് ഇൻറ്റു ബാക്കി ലോഗ് എ. എഴുതുമ്പോൾ ഇവിടെയുള്ള കംപ്ലീറ്റ് ലെറ്റേഴ്സ് ഇവിടെ മാറണം കേട്ടോ. ചിലർ എഴുതുമ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞു പോകും. അപ്പം പവർ എക്സ് ഇൻറ്റു ലോഗരിതം ഓഫ് ദ റിമൈനിങ് ലോഗ് എ. ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. രണ്ട് സൈഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡി ബൈ ഡി എക്സ് ഓഫ് വിത്ത് റെസ്പെക്ട് ടു എക്സിനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ലോഗ് വൈ ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എ. നോക്കിയാ എ കോൺസ്റ്റന്റാ. എക്ക് ലോഗരിതം എടുത്താൽ ഇത് കോൺസ്റ്റന്റാ. ലോഗ് എ അപ്പോൾ കോൺസ്റ്റന്റാ. ലോഗ് എ നമുക്ക് വെളിയിലേക്ക് എടുക്കാം. ലോഗ് എ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ്. ഡി എക്സ് ബൈ ഡി എക്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് ലോഗ് വൈ. അപ്പം ലോഗിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, വൈയുടെ ഡെറിവേറ്റീവ് എടുക്കണം. ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ ലോഗിന് വൈ ആയതുകൊണ്ട് വൈ വരും ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ്. 1 ബൈ വൈ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് എ ഇൻറ്റു 1. ലോഗ് എ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് കാണേണ്ടത്. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ദിസ് വൈ 1 ബൈ വൈയിലെ വൈ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. 1 ബൈ വൈ ആ ഡിനോമിനേറ്ററിലെ വൈ അപ്പുറം ന്യൂമറേറ്ററിൽ വൈ വരും. വൈ ഇൻറ്റു ലോഗ് എ എന്ന് പറയും. നമുക്ക് വൈക്ക് വേണേൽ വാല്യൂ കൊടുക്കാം. വൈ എ റൈസ് ടു എക്സ് അല്ലേ. എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ ആണ്. എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. അടുത്തൊരു ക്വസ്റ്റ്യൻ. y is equal to cos x into cos 2x into cos 3x. വേണേ പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്യാം, പക്ഷെ ഇത് ബുദ്ധിമുട്ടാണ്. രണ്ടെണ്ണമൊക്കെ ഉണ്ട് പ്രോഡക്റ്റ് റൂൾ വെച്ച് ചെയ്ത് മൂന്നെണ്ണം ഉണ്ട്. മൂന്നെണ്ണം വരുന്നുണ്ട്. നിങ്ങൾ പ്രോഡക്റ്റ് റൂൾ ഒന്നും എടുക്കാൻ പോകണ്ട. ഡയറക്റ്റ് ലോഗരിതം എടുത്താൽ പ്രോഡക്റ്റ് സമ്മായിട്ട് പോകും. ചെയ്യാൻ ഇച്ചിരി കൂടി എളുപ്പമുണ്ട്. അപ്പോൾ ഇവിടെ ലോഗരിതം എടുക്കുന്നു. അപ്പോൾ 3 പ്രോഡക്റ്റ് ഉണ്ട്. പ്രോഡക്റ്റിന്റെ എണ്ണം കൂടുമ്പോൾ ലോഗരിതം എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. രണ്ട് സൈഡും ലോഗരിതം എടുക്കുന്നു. ലോഗ് വൈ ഈക്വൽ ടു ലോഗരിതം ഓഫ് cos x cos 2x cos 3x. അപ്പോൾ നമ്മൾ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി പഠിച്ചു. ലോഗരിതം ഓഫ് പ്രോഡക്റ്റ് വന്നാൽ സമ്മായിട്ട് എഴുതാമെന്ന് പഠിച്ചു. ലോഗ് ഓഫ് എ ബി ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പഠിച്ചു. അപ്പോൾ അത് നമ്മൾ ഇവിടെ എഴുതുന്നു. ഇവിടെ രണ്ടിന് വരെ 3 ഉണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് cos x പ്ലസ് ലോഗ് cos 2x പ്ലസ് ലോഗ് cos 3x. ഇങ്ങനെ 3 ആക്കി. 3ന് പ്രോഡക്റ്റ് എന്നുള്ള ഓരോന്നിനും സെപ്പറേറ്റ് ലോഗരിതം കൊടുത്തപ്പോൾ പ്ലസ് ആയി. ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടിയാണ്. ഇനി നമ്മൾ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇനി ഞാൻ ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് നേരിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് ലോഗിനെയും വൈയും ചെയ്യണം. ലോഗിനെയും ചെയ്യണം, വൈയും ചെയ്യണം. ലോഗിൻ്റെത് 1 ബൈ വൈ, വൈയുടേത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ലോഗ് കോസ് എക്സ്. അപ്പോൾ ലോഗിനെയും ചെയ്യണം, കോസ് എക്സിനെയും ചെയ്യണം. ലോഗിൻ്റെത് 1 ബൈ എക്സിന് വരെ കോസ് എക്സ് ആണ്. ലോഗ് ഇതുണ്ട് ലോഗ് കോസ് എക്സ് എൻ്റെ ഒരു എഴുതിക്കോണം. ലോഗരിതം ഉണ്ട്, കോസ് എക്സും ഉണ്ട്. ലോഗരിതത്തിന്റെ ഡെറിവേറ്റീവ് 1 ബൈ ബ്രാക്കറ്റ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ഈ ബ്രാക്കറ്റിൽ കോസ് എക്സ് വരും. അതാണ് ഞാൻ ഇവിടെ എഴുതുക. 1 ബൈ കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ്. ഇതൊരെണ്ണം ആദ്യത്തേത്. പ്ലസ് അടുത്തത് ചെയ്യാം ലോഗ് കോസ് 2x. ലോഗിനെയും ചെയ്യണം. കോസ് 2xനെ നമ്മൾ ഡയറക്റ്റ് പഠിച്ചിട്ടുണ്ട്. ലോഗിന്റെ ഡെറിവേറ്റീവ് 1 ബൈ കോസ് 2x വരും ഇൻറ്റു കോസ് 2xന്റെ ഡെറിവേറ്റീവ് കോസ് ax a ഇൻറ്റു മൈനസ് സൈൻ ax എന്ന് പഠിച്ചല്ലേ. എക്സിന്റെ കോഎഫിഷ്യന്റിനോട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ 2 വരും. 2 ഇൻറ്റു അപ്പോൾ മൈനസ് 2 ഇൻറ്റു സൈൻ 2x വരും. മൈനസ് 2 ഇൻറ്റു സൈൻ 2x പ്ലസ് അടുത്തത് അതുപോലെ തന്നെ 1 ബൈ cos 3x into minus 3 sin 3x. Therefore, dy by dx equal to 1 by y na y അപ്പുറത്തേക്ക് കൊടുക്കുക. y into ഇവിടെ നോക്കുക മൈനസ് sin x by cos x ആണ്. sin x by cos x നെ നമുക്ക് tan x എഴുതാം.
മൈനസ് ടാൻ എക്സ്. അടുത്തതും മൈനസ് ഉണ്ട്, മൈനസും ഒരു 2 ഉണ്ട്. ഇത് സൈൻ 2x ബൈ കോസ് 2x ആ, ടാൻ 2x ആ. മൈനസ് 3 ഇൻറ്റു സൈൻ 3x ബൈ കോസ് 3x ടാൻ 3x. ഇത്ര എഴുതിയാൽ മതി. ഈ വേണേ വൈകി ഈ വാല്യൂ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് റൂട്ട് ഓഫ് കുറേ ഫംഗ്ഷൻ എക്സ് മൈനസ് 1 എക്സ് മൈനസ് 2 എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 എക്സ് മൈനസ് 4 എക്സ് മൈനസ് 5. ഇപ്പൊ നോക്കുക, റൂട്ട് ഉണ്ട്, കോഷ്യന്റ് ഉണ്ട്, അതിനകത്ത് പിന്നെ പ്രോഡക്റ്റ് വന്നേക്കാം. അപ്പൊ ഇത് നിങ്ങൾ ചെയിനുകളൊക്കെ ചെയ്യാൻ പോയാൽ നിങ്ങൾ ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും ഇതിന്റെ ആൻസർ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ചെയിനുകൾ വെച്ച് വേണേൽ ചെയ്യാം. റൂട്ടിന്റെ ഡെറിവേറ്റീവ് അറിയാം, കോഷ്യന്റിന്റെ ഡെറിവേറ്റീവ് അറിയാം, അതിന്റെ ഇടയ്ക്ക് പ്രോഡക്റ്റ് ഉണ്ട്, എല്ലാത്തിനും ഡെറിവേറ്റീവ് അറിയാം. പക്ഷെ അതൊന്നും നിങ്ങൾ ചെയ്യത്തില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനെയുള്ള കേസസ് വരുമ്പോൾ ലോഗരിതം എടുക്കുക. അപ്പൊ ഇത് y is equal to this one. നമുക്ക് റൂട്ടിനെ പവറാക്കി മാറ്റാം. റൂട്ട് എന്ന് വെച്ചാൽ all raised to 1/2 അല്ലേ, നമ്മൾ അതിനെ ഇങ്ങനെ മാറ്റി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 5 ദ ഹോൾ റേസ് ടു 1/2 എന്നില്ല. റൂട്ടിനെ നമുക്ക് റേസ് ടു 1/2 പവറാക്കി മാറ്റാം. ഇനി രണ്ട് സൈഡും ലോഗരിതം എടുക്കുക. ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് x minus 1 x minus 2 by x minus 3 x minus 4 x minus 5 the whole raised to 1/2. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോഗരിതം ഓഫ് a raised to b. പവർ വന്നാൽ പവർ ഇൻറ്റു ബാക്കി ലോഗരിതം. ഇവിടുത്തെ പവർ എന്ന് വെച്ചാൽ 1/2 ആ. b ഇൻറ്റു log a. ഇപ്പം b യുടെ സ്ഥലത്ത് 1/2 വരും. 1/2 ഇൻറ്റു ലോഗരിതം ഓഫ് ബാക്കി x minus 1 x minus 2 by x minus 3 x minus 4 x minus 5. ഇങ്ങനെ അപ്പം നമ്മൾ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി എന്തുമാത്രം അപ്ലൈ ചെയ്യാമോ അത് മുഴുവൻ അപ്ലൈ ചെയ്യണം, എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ ലോഗരിതത്തിന്റെ പവർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഇനി നോക്കുക, a by b ഫോർമുല അല്ലേ കോഷ്യന്റ്, log a by b ഫോർമുല. അതിൽ നമുക്ക് log a മൈനസ് log b എന്നില്ല, log a മൈനസ് log b. അപ്പൊ നമുക്കിവിടെ 1/2 ഇൻറ്റു ലോഗരിതം ഓഫ് x minus 1 into x minus 2 log a by b അല്ലേ, ന്യൂമറേറ്റർ ഉള്ളത് ഫുൾ എഴുതി, അത്ര എഴുതി, മൈനസ് ബാക്കി താഴെയുള്ള ലോഗരിതം ഓഫ് x minus 3 into x minus 4 into x minus 5. ഇത് 1/2 ഇതിന് രണ്ടിലും കോമൺ ആണ്. ഇപ്പൊ 1/2 കഴിഞ്ഞൊരു വലിയ ബ്രാക്കറ്റ് ഇടണം. ഇനി നോക്കാം, ഈ ലോഗരിതത്തിന്റെ അകത്ത് പിന്നെയും പ്രോഡക്റ്റ് കയറി വന്നേക്കാം. പ്രോഡക്റ്റിനെ നമുക്ക് സം ആക്കാം. log a into b equal to log a plus log b. അപ്പോൾ രണ്ടിടത്തും പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, അതിനെ പ്ലസ് ആക്കുന്നു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗരിതം ഓഫ് 1/2 കഴിഞ്ഞ് വലിയ ബ്രാക്കറ്റ് x minus 1 പ്ലസ് log x minus 2 മൈനസ് ആയതുകൊണ്ട് ഒരു ബ്രാക്കറ്റ് കൂടി ഇടുവാണ്. മൈനസിന് ശേഷം ലോഗരിതം സ്പ്ലിറ്റ് ചെയ്യുന്നു. log x minus 3 പ്ലസ് log x minus 4 പ്ലസ് log x minus 5 വലിയ ബ്രാക്കറ്റ്. ഇത് നമ്മൾ ഈ മൈനസ് കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം, മൈനസ് കൊണ്ട് എക്സ്പാൻഡ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ log y ഉണ്ടായിരുന്നു, log y ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു log x minus 1 പ്ലസ് log x minus 2 മൈനസ് log x minus 3 മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം മൈനസ് ആവുക, log x minus 4 minus log x minus 5. നമ്മൾ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. ഡിഫറൻഷിയേറ്റ് ചെയ്യുക, രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/y ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു x ആയതുകൊണ്ട് y യുടെ ഡെറിവേറ്റീവ് dy/dx. ലോഗിൻ്റെത് 1/y, y-യുടേത് dy/dx ഈക്വൽ ടു 1/2 കോൺസ്റ്റന്റ് അതേപടി കിടന്നോട്ടെ. 1/2 ഇൻറ്റു ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x മൈനസ് 1 ഫുൾ ഉണ്ട് ഇൻറ്റു x മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് എക്സിൻ്റെത് 1 ഉം 1ൻ്റെത് 0 ഇൻറ്റു 1 മൈനസ് 0 ഇൻറ്റു 1 വരും. 1 മൈനസ് 0 എന്ന് എഴുതുമ്പോൾ 1 എന്ന് എഴുതിയാൽ മതി. പ്ലസ് അതുപോലെ തന്നെ ലോഗിന്റെ ഡെറിവേറ്റീവ് 1/x
എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2ൻ്റെ ഡെറിവേറ്റീവ് 1 1 മൈനസ് കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 അല്ലേ എക്സിൻ്റെത് 1 ഉം 2ൻ്റെ 0 1 എഴുതിയാൽ മതി മൈനസ് 1 ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 1 ബൈ എക്സ് മൈനസ് 4 ഇൻറ്റു 1 മൈനസ് 1 ബൈ എക്സ് മൈനസ് 5 ഇൻറ്റു 1 നമുക്ക് dy ബൈ ഡി എക്സ് ഈക്വൽ ടു y അപ്പുറത്തോട്ടുണ്ടായിരുന്നു ഇപ്പോൾ y ബൈ 2 ഇൻറ്റു വരും അപ്പോൾ therefore dy ബൈ ഡി എക്സ് ഈക്വൽ ടു ഈ 1 ബൈ y അപ്പുറത്തേക്ക് പോകുമ്പോൾ മേളിൽ വരും y ബൈ 2 ഇൻറ്റു 1 ബൈ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൾട്ടിപ്ലൈ 1 തന്നെ 1 ബൈ എക്സ് മൈനസ് 2 എക്സ് മൈനസ് 1 plus 1 by x minus 2 minus 1 by x minus 3 minus 1 by x minus 4 minus 1 by x minus 5 കണ്ടോ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റി അല്ല നിങ്ങൾ ചെയിൻ റൂളോ കോഷൻ റൂളോ ഒക്കെ ചെയ്യാൻ പോയാൽ നിങ്ങൾ ഇതിൻ്റെ ഒരു 3 ഇരട്ടി അല്ല 10 ഇരട്ടി സമയം എടുത്താലും നിങ്ങൾക്ക് കിട്ടത്തില്ല ആൻസറിലേക്ക് എത്തത്തുമില്ല അതുകൊണ്ട് പറ്റിയത് ചെയ്യാൻ അപ്പോൾ ലോഗരിതം ഉപയോഗിച്ച് ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് കോഷൻ്റെ പവറൊക്കെ നമുക്ക് മാറ്റാം അതുകൊണ്ടാണ് ഇത് സിമ്പിൾ ആയത് ആ പ്രോപ്പർട്ടി ഒക്കെ അപ്ലൈ ചെയ്ത് വേണം ഇത് ചെയ്യാൻ ക്ലിയർ ആയല്ലോ ഓക്കെ ഒരു ക്വസ്റ്റ്യൻ നമുക്കില്ല അടുത്ത എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 4 ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് പ്ലസ് 5 ഹോൾ റേസ് ടു 4 ഇതിനെ നമ്മൾ പ്രോഡക്റ്റും പവറും ഒക്കെ വന്നേക്കാം അപ്പൊ നമ്മുടെ ലോഗരിതം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓർത്തോണം ലോഗരിതം ഉപയോഗിച്ച് ചെയ്യണം ലോഗരിതം എടുത്താൽ മതി y ഈസ് ഈക്വൽ ടു ഈ രണ്ട് സൈഡിൽ ലോഗരിതം എടുക്കുന്നു ലോഗ് y ഈക്വൽ ടു ലോഗരിതം ഓഫ് അത് ഫുള്ള് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് 4 ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് പ്ലസ് 5 ഹോൾ റേസ് ടു 4 ഉണ്ടോ പ്രോഡക്റ്റ് വന്നേക്കുന്നത് പ്രോഡക്റ്റ് വന്നാൽ സമ്മാക്കാം ലോഗ് എ ഇൻറ്റു ബി എന്ന് വെച്ചാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി നമ്മൾ സമ്മാക്കുന്നു log y is equal to log x plus 3 whole square plus log x plus 4 whole cube plus log x plus 5 the whole raised to 4 plus ആക്കിയത് ഓരോയിടത്തും പവർ ഉണ്ട് ഇപ്പോൾ ലോഗത്തിൻ്റെ അകത്ത് പവർ വന്നാൽ പവറിനെ നമുക്ക് മാറ്റി എഴുതാം ആ പ്രോപ്പർട്ടി പിന്നെ അപ്ലൈ ചെയ്യും അപ്പോൾ log x plus 3 whole square പവർ 2 ആണ് അപ്പോൾ 2 ഇൻറ്റു log of x plus 3 ഇവിടെ 3 ഇൻറ്റു log of x plus 4 ഇവിടെ 4 ഇൻറ്റു log of x plus 5 ഇനി നമ്മൾ മാറ്റി ഇനി നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്തു log y-യുടേത് 1 by y dy by dx ഈക്വൽ ടു 2 ഇൻറ്റു ലോഗിൻ്റെ ഡെറിവേറ്റീവ് 1 by x plus 3 log x ന്റെ സ്ഥാനത്ത് x plus 3 അല്ലേ 1 by x plus 3 ഇൻറ്റു x plus 3യുടെ ഡെറിവേറ്റീവ് 1 എക്സിൻ്റെത് 1 ഉം 3യുടേത് 0 1 plus 0 വരുമ്പോൾ 1 വരും അതുപോലെ അടുത്തത് പ്ലസ് 3 ഇൻറ്റു 1 by x plus 4 ഇൻറ്റു x plus 4ന്റെ ഡെറിവേറ്റീവ് 1 പ്ലസ് 4 ഇൻറ്റു 1 by x plus 5 ഇൻറ്റു x plus 5ൻ്റെത് 1 therefore dy by dx equal to y അപ്പുറേ കൊണ്ടുവന്നു y ഇൻറ്റു 2 by x plus 3 plus 3 by x plus 4 plus 4 by x plus 5 അപ്പോൾ ഇങ്ങനെ നിങ്ങളത് ചെയ്താൽ മതി അപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏത് ഫംഗ്ഷൻ വന്നാലും ലോഗരിതം എടുക്കുക ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യുക ദെൻ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് സിംപ്ലിഫൈ ചെയ്യാവുന്നതോളം ചെയ്തിട്ട് വേണം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കേസാണ് കേട്ടോ ലോഗരിതം ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചോണം ക്ലിയർ ആയല്ലോ ഓക്കെ താങ്ക് യു